പാരീസിൽ ഈഫിൽ ടവർ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ 1925 ഒരാൾ ആ ടവർ അപ്പാടെ അങ്ങ് വിറ്റു. ഗവൺമെന്റ് പോലും അറിയാതെ, ₹1 പോലും മുടക്കാതെ ഈഫിൽ ടവർ വിറ്റ ആ മനുഷ്യൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. വിക്ടർ ലസ്റ്റിക് എന്നായിരുന്നു അയാളുടെ പേര്. ഈഫിൽ ടവർ പരിപാലിക്കാൻ പാരീസ് ഗവൺമെന്റ് കഷ്ടപ്പെടുകയാണെന്ന ഒരു ചെറിയ വാർത്താക്കുറിപ്പാണ് അയാളുടെ കരിയർ മാറ്റിമറിച്ചത്. ആ ഒരൊറ്റ വാർത്ത വെച്ച് അയാൾ പ്ലാൻ ചെയ്തത് ലോകത്തെ ഞെട്ടിച്ച ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തട്ടിപ്പായിരുന്നു. വിക്ടർ ആദ്യം ചെയ്തത് ഗവൺമെന്റിന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡും സീലുകളും ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്നിട്ട് പാരീസിലെ ഏറ്റവും വലിയ 6 സ്ക്രാപ്പ് മെറ്റൽ കച്ചവടക്കാരെ ഒരു ആഡംബര ഹോട്ടലിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചു. ഈഫിൽ ടവർ പൊളിച്ചു വെക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇത് അതീവ രഹസ്യമാണ് എന്നായിരുന്നു അയാൾ അവരെ വിശ്വസിപ്പിച്ചത്. ആ 6 പേരിൽ നിന്ന് ആൻഡ്രോ പോയ്സൺ എന്ന കച്ചവടക്കാരനെ വിക്ടർ കൃത്യമായി തിരഞ്ഞെടുത്തു. അയാൾക്ക് ആത്മവിശ്വാസം കുറവാണെന്ന് വിക്ടർ മനസ്സിലാക്കി. തന്നെ വിശ്വസിക്കാൻ വേണ്ടി വിക്ടർ ഒരു നാടകം കൂടി കളിച്ചു. ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ പോലെ അഭിനയിച്ച് കച്ചവടം ഉറപ്പിക്കാൻ അയാൾ ആൻഡ്രോയോട് ഒരു വലിയ തുക കൈക്കൂലിയായി ആവശ്യപ്പെട്ടു. അഴിമതിക്കാരനാണെന്ന് കണ്ടപ്പോൾ ആൻഡ്രോയ്ക്ക് വിശ്വാസം കൂടി. അയാൾ ടവറിന്റെ പണവും കൈക്കൂലിയും നൽകി വിക്ടറിൽ നിന്ന് ടവർ വാങ്ങി. പണം കിട്ടിയ ഉടൻ വിക്ടർ ഓസ്ട്രിയയിലേക്ക് മുങ്ങി. എന്നാൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ആൻഡ്രേ നാണക്കേട് ഭയന്ന് പോലീസിൽ പരാതിപ്പെട്ടില്ല. ഈ അവസരം മുതലെടുത്ത് വിക്ടർ വീണ്ടും പാരീസിലെത്തി. മറ്റൊരു കച്ചവടക്കാരനെ കൊണ്ട് രണ്ടാമതും ഈഫിൽ ടവർ വിറ്റു. ഇത്തവണ പോലീസ് മണത്തറിഞ്ഞതോടെ അയാൾ അമേരിക്കയിലേക്ക് കടന്നു. കുപ്രസിദ്ധനായ അൽ കപ്പോണിനെ പോലും പറ്റിച്ച ചരിത്രം വിക്ടർ ലസ്റ്റിക്കിനുണ്ട്. ചുരുക്കത്തിൽ വിക്ടർ ലസ്റ്റിക് വിറ്റത് വെറും ഈഫിൽ ടവർ മാത്രമല്ല, മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും അപകർഷതാ ബോധത്തെയുമാണ്. ഒരു വിദേശ രാജ്യത്ത് ചെന്ന് അവിടുത്തെ സ്മാരകം വിൽക്കണമെങ്കിൽ അയാൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അയാളെ ദ മാൻ ഹു സോൾഡ് ദ ഐഫിൽ ടവർ എന്ന് ചരിത്രം വിളിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ച് ആരെയും പറ്റിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ നിങ്ങൾക്ക് അറിയണോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.